സഹപാഠിയാണ്, സഹപ്രവർത്തകനാണ്. എൻ്റെ ഒത്തിരി സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല എൻ്റെ ഭാര്യയോടൊപ്പം തന്നെ ഒത്തിരി പടങ്ങളിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യകാലം എൻ്റെ ആദ്യത്തെ സിനിമ അതിലെ ഹീറോ എന്ന് പറയുന്ന മമ്മൂക്കയാണ്. 82 ഞാൻ നിർമ്മിച്ച കൂലി എന്ന സിനിമയിലെ നായകനാണ്. അതിനുശേഷം രാഘുവിൻ്റെ ആസസ്, ചരിത്രം തുടങ്ങിയ സിനിമകൾ അദ്ദേഹത്തെ വെച്ച് എടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അത് എൻ്റെ ഭാര്യ ലാലിൻ്റെ കൂടെ മമ്മൂട്ടിയുടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഈ രണ്ടു പേർക്കും ഇനിയും കുറേ വർഷങ്ങൾ മലയാള സിനിമയെ ഭരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മലയാള സിനിമയിൽ തലതൊട്ടപ്പന്മാരായിട്ട് നിൽക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനും മമ്മൂക്കയും ഇത്രയും വർഷമായിട്ട് എവർഗ്രീൻ ഹീറോസായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഞാൻ വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. അന്ന് തൊട്ട് ഇന്ന് വരെ അതേപോലെ നിൽക്കുകയാണ്. മാത്രമല്ല ലാലേട്ടനും ആവട്ടെ മമ്മൂക്കയാവട്ടെ എനിക്ക് അഭിനയിച്ചു. പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം കണ്ടില്ല എന്നല്ല, നമ്മൾ കുടുംബ സുഹൃത്തായിട്ട് തന്നെ ഉണ്ടായിരുന്നുകൊണ്ട് ഫ്രണ്ട്സൊക്കെ ആയതുകൊണ്ട് ഫാമിലി അടക്കം നമുക്ക് എല്ലാവരെയും അറിയാവുന്നതുകൊണ്ട് നമുക്ക് വളരെ അടുത്താണ്, തൊട്ടടുത്ത് അറിയാവുന്നവരായിട്ട് ഒരുപാട് സന്തോഷമുണ്ട് അവരുടെ കൂടെ ഇത്രയും നമുക്ക് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റിയത്. ആർട്ടിസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒന്നും മെച്ചമില്ലാത്ത രീതിയിലുള്ളവരാണ്. നമുക്ക് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് മലയാളം ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു. കാരണം ഒരുപാട് പേര് തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ ആദ്യ കാലഘട്ടത്തിൽ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ആരാന്നറിയില്ല, ലാലെന്ന് പറഞ്ഞാൽ ആരാന്നറിയില്ല. അപ്പം ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ തമിഴ് പടങ്ങളിൽ മലയാളത്തിനെക്കുറിച്ച് വളരെ മോശമായ അഭിപ്രായമായിരുന്നു. വളരെ വൃത്തികെട്ട പടങ്ങൾ മാത്രമേ മലയാളത്തിൽ വരുള്ളൂ. എന്നെ തന്നെ ഞാൻ തമിഴിൽ ഇൻട്രൊഡ്യൂസ് ആയിട്ട് മലയാളത്തിലേക്ക് വന്നപ്പോഴേക്കും അവരെല്ലാവരും പറഞ്ഞു മലയാളമല്ലേ പോകുന്ന, ചാൻസ് ഇല്ലാഞ്ഞിട്ടായിരിക്കും മലയാളത്തിൽ. അങ്ങനെ പറഞ്ഞ ഒരു കാലഘട്ടം മാറി ഇന്ന് മലയാളത്തിന് ഇത്രയും ഒരു പേര് കൊടുത്തത് മമ്മൂക്കയും ലാലേട്ടനുമാണ്. അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ന് മലയാള ഇൻഡസ്ട്രി ഇത്രയും നന്നായിട്ടിരിക്കാൻ കാരണം തന്നെ അവർ രണ്ടുപേരാണ്. അവർ ഇനിയും ഇതുപോലെ ഒരുപാട് വർഷങ്ങൾ നന്നായിരിക്കട്ടെ, അതും എവർഗ്രീൻ ഹീറോയിസായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ